ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ടല്ലോ, അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഇതിൽ ഏതാണ് കറക്റ്റ്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ബിയും സിയും കറക്റ്റ് ആണ്, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എയും ബിയും മാത്രമാണ് കറക്റ്റ്, ഓപ്ഷൻ സി പറയുന്നത് സി മാത്രമാണ് കറക്റ്റ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് അവർ പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മൾ അത് ചെയ്ത് നോക്കുക അല്ലെ. ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. എ ട്രെയിൻ ട്രാവലിംഗ് 180 km/h took 5.4 seconds to cross a stationary man. The length of the train is. The train എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ കീഴിലുള്ളതാ അല്ലെ. അപ്പൊ ഇതിലെ ഇക്വേഷൻസ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ ട്രെയിൻ ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ പറയാം. ടൈം ഈക്വൽ ടു, ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പം ഇതൊരു ട്രെയിൻ ആണ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് പറയാം ഒരു ട്രീ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മാൻ നിൽക്കുന്ന സ്റ്റാൻഡിങ് മാൻ ആണെന്ന് പറയാം. അപ്പം ഈ ട്രെയിൻ ഈ ട്രീയെ അല്ലെങ്കിൽ പാസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് ഡിസ്റ്റൻസ് ആ കവർ ചെയ്തത്, ഈ ഒരു ട്രെയിനിന്റെ ലെങ്ത് ആണ് കവർ ചെയ്തത് അല്ലെ. ഇനി ഇതൊരു ബ്രിഡ്ജ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെയിൻ അതായത് പാസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു അറ്റത്തുനിന്ന് പാസ് ചെയ്തു അല്ലെ. എത്ര ലെങ്ത് ആ ട്രാവൽ ചെയ്തത്, ഈ ട്രെയിനിന്റെ ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിന്റെ ലെങ്തും ഉണ്ട് അല്ലെ. അപ്പൊ ലെങ്തുകളായിട്ടാണ് നമ്മൾ ട്രെയിനിന്റെ കേസിൽ ഡിസ്റ്റൻസിന് പകരം പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ടൈം ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിന് പകരം ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഉള്ളതാണെങ്കിൽ അവിടെ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ലെങ്ത് ഓഫ് ട്രെയിൻ മാത്രം. ഇനി അതുപോലെ തന്നെ സ്പീഡ്, ഏത് സ്പീഡിലായി പോയിക്കൊണ്ടിരിക്കുന്നത്, ട്രെയിനിന്റെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ആണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ 2 ട്രെയിൻ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന മാൻ ഒരു ട്രെയിനിനെ ക്രോസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റിന് എന്തുണ്ട്, സ്പീഡ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ നമ്മൾ അതും കൊടുക്കാം. അപ്പം പറയുന്ന ഒബ്ജക്റ്റിന് ലെങ്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, സ്പീഡ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇനി ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് പറഞ്ഞു, അതെന്താ റിലേറ്റീവ് സ്പീഡ് പറയുന്നത് അല്ലെ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന 2 സ്പീഡുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് പ്ലസ് ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് മൈനസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. പലതരത്തിലുള്ള ഒബ്ജക്റ്റ് വരാം. എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞു, ട്രീ ആകാം, പോസ്റ്റ് ആകാം. എന്ന് പറയുമ്പം ലെങ്ത് ഓഫ് ഒബ്ജക്റ്റും ഇല്ല, സ്പീഡ് ഓഫ് ഒബ്ജക്റ്റും ഇല്ല. അപ്പൊ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇനി ഒരു ബ്രിഡ്ജ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ട്രെയിൻ, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒബ്ജക്റ്റിന് ലെങ്ത് ഉണ്ട് അല്ലെ, പക്ഷെ സ്പീഡ് ഉണ്ടോ, ഇല്ല. അപ്പൊ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്ട് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ആയിരിക്കും. അതേപോലെ ഒരു മൂവിങ് മാൻ, ഒരാള് ഇങ്ങനെ ഇത്രയും സ്പീഡിൽ ഓടുന്ന ഒരാളിനെ ഈ ട്രെയിൻ ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്നുള്ളതാണെങ്കിൽ ലെങ്ത് ഓഫ് ട്രെയിൻ ഉണ്ട് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ്, അത് ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ പറയും. അതേപോലെ മൂവിങ് ട്രെയിൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. അതേപോലെ റിലേറ്റീവ് സ്പീഡിന്റെ സൈൻ നമ്മൾ സ്പീഡിന്റെ റിലേറ്റീവ് സ്പീഡ് വരുമ്പം സൈൻ കൊടുക്കുന്നതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്താല് എ ട്രെയിൻ ട്രാവലിംഗ് 180 km/h took 5.4 seconds to cross a stationary man. ഓക്കെ, അപ്പൊ എന്താ അങ്ങനെയാണെങ്കിൽ ലെങ്ത് 250 ആണെന്ന്, അതായത് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. ഇത്രയും ഒരു ഡേറ്റയിൽ നിന്ന് നമ്മൾ ലെങ്ത് ഓഫ് ട്രെയിൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് 250 മീറ്റർ ആണോ എന്ന് നോക്കാം. അതുപോലെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് യൂണിറ്റ് കൺവേർഷൻ ആണ്. സ്പീഡ് ഇവിടെ തന്നിരിക്കുന്നത് km/h അല്ലെ. ലെങ്ത് നമുക്ക് വേണ്ടത് മീറ്ററിലാണ്, അതുപോലെ ടൈം തന്നേക്കുന്ന സെക്കൻഡിലാണ്. അപ്പൊ നമ്മൾ സ്പീഡിന്റെ യൂണിറ്റ് എന്തിലേക്ക് മാറ്റണം, km/h. 2 സ്പീഡുകളാണ് നമ്മൾ പറയുന്നത് സാധാരണ, km/h മീറ്റർ പെർ സെക്കൻഡ്. ഈ 2 സ്പീഡുകളാണ്. അത് നമ്മൾ ലെങ്തും ടൈമും ഒക്കെ തന്നിരിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ സ്പീഡ് ഏതിൽ എഴുതണം എന്ന് തീരുമാനിക്കുക. അപ്പൊ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, പഠിച്ചു വെച്ചേക്കുക. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ
കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതും നോട്ട് ചെയ്തെടുത്തോളുക. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 180 കിലോമീറ്റർ പെർ അവർ. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര വരും? 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. എന്തൊരു ഒബ്ജക്റ്റ്? ആ സ്റ്റേഷനറി മാൻ ആണ് ഒബ്ജക്റ്റ്, അതായത് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അയാൾക്ക് സ്പീഡും ഇല്ല ലെങ്തും ഇല്ല. അപ്പൊ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ആണ് അല്ലെ? സോ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് എന്ത് വരും? സ്പീഡ് ഓഫ് ട്രെയിൻ ഇൻറ്റു ടൈം. സ്പീഡ് ഓഫ് ട്രെയിൻ എത്ര കിട്ടി നമുക്ക്? 50 ഇൻറ്റു, ഇനി ടൈം എത്ര വന്നേക്കുന്നത്? 5.4 സെക്കൻഡ്സ് വന്നിട്ടുണ്ട്. 5.4. അപ്പൊ എന്ത് വരും? 54 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്തേ 270. ക്ലിയർ അല്ലേ? 270 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന എന്താ? ലെങ്ത് ഓഫ് ട്രെയിൻ ഈസ് 250 മീറ്റർ എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? നമുക്ക് കിട്ടിയത് 270 അല്ലേ? അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്നും കിട്ടി അല്ലെ? അതായത് എ തെറ്റാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുക, നമ്മൾ ഓരോന്ന് കിട്ടി കഴിയുമ്പോൾ ഒന്ന് ഓപ്ഷൻ നോക്കുക, നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് എടുക്കാം. അതായത് എ തെറ്റാണെന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ഒള്ളി ആണ് ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് പറഞ്ഞുകൂടാ ഇത് തെറ്റാണെന്ന്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എ ആൻഡ് സി ഒള്ളി എന്ന് പറഞ്ഞ ഓപ്ഷനും തെറ്റല്ലേ? എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റേ തെറ്റാ. അപ്പൊ പിന്നെ ഇത് വരത്തില്ല, ഇതും വരത്തില്ല. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ബി ആൻഡ് സി ഒള്ളിയും സി ഒള്ളിയുമാണ് അല്ലെ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. ഏത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അതായത് ബിയോ അല്ലെങ്കിൽ സിയോ, നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം തോന്നുന്നത് ആ ഒരു ഇത് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ബി ചെയ്തു, അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? ബി ആൻഡ് സി എന്നെടുക്കാം. ബി ശരിയാണ് എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് സി ഉള്ളി എന്നുള്ള ഓപ്ഷനിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നമുക്ക് ചെയ്യുമ്പോൾ ബി നമ്മൾ ചെയ്യാൻ എടുത്തത് ബി തെറ്റാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത സി ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ നോക്കണം. ഇനി നിങ്ങൾക്ക് ബിയും സിയും തന്നിരിക്കുന്നതിൽ ബി ചെയ്യാൻ പാടാണ്, സി ആണ് ചെയ്യാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സി ചെയ്തോളുക. അപ്പം എന്താണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കിയാണ്. അപ്പൊ സി ആണ് എന്നുള്ളത്, അതായത് സി തെറ്റാണെങ്കിൽ നമുക്ക് സി തെറ്റായിട്ട് വരത്തില്ല, സി എന്തായാലും ഇവിടെ ശരിയായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ ബി തന്നെ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നോക്കുക ഏതാണോ നിങ്ങൾ എളുപ്പം ആ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ചിലപ്പോൾ ഇവിടെ ഒരു എയും ബിയും സിയും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നോക്കുക. ദെൻ നമുക്ക് ബി ചെയ്ത് നോക്കാം. 72 കിലോമീറ്റർ ഇൻ 4 hours ദ സ്പീഡ് ഓഫ് ദ ബസ്സസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്പീഡ് കണ്ടുപിടിക്കണം. അതായത് ഇത് കിലോമീറ്ററിൽ തന്നിട്ടുണ്ട്, ഇത് അവറിലും തന്നേക്കുവാണ്. അപ്പൊ നമുക്ക് സ്പീഡ് എന്താ കിട്ടുന്നത്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. 172 കിലോമീറ്റർ ബൈ 4 hours. എന്ത് വരും? 43 ഡിവൈഡ് ചെയ്യുമ്പോൾ 43 കിലോമീറ്റർ പെർ അവർ എന്നാ വരുന്നത്. നമുക്ക് വേണ്ട തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നേക്കുന്നത്. സോ നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 43 × 5 15, 215 ഡിവൈഡ് ബൈ 18. ഇത് നമുക്ക് 11 പോയിന്റ് സംതിങ് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. 11 പോയിന്റ് സംതിങ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് എന്താ? 158.8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബിയും തെറ്റാണ് അല്ലെ? ഇനി സി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ബി തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനും തെറ്റി അല്ലെ? ഇത് വെട്ടിയായിരുന്നു, നമ്മൾ ഇത് വെട്ടിയായിരുന്നു, ഇതും വെട്ടിയായിരുന്നു. പിന്നെ ഏതാ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അതായത് സി കറക്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? നമുക്കത് ചെയ്തും കൂടെ നോക്കാം. 25x + 25y = 110 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് ഓഫ് x ആണ്. അതായത് x + y / 2 = 2.2 ആണോ എന്ന് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 25 കോമൺ എടുത്താൽ 25 × x + y = 110. x + y will be equal to 110/25. 5 വെച്ച് കട്ട് ചെയ്താൽ 22, ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 5.
22/5 എന്ന് കിട്ടും എക്സ് പ്ലസ് വൈ. ഇനി എക്സ് പ്ലസ് വൈ ബൈ 2 ആണ് വേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് 22/5/2. ദാറ്റ് ഈസ് 11/5 2.2. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സി ശരിയാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the selling price of 10 articles is equal to cost price of 15 article, what is the profit percentage? എന്താണ് 10 ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസും 15 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസും ഈക്വൽ ആണ് എങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് എന്താണെന്ന് നമുക്കറിയാം. പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ്, രണ്ട് തരത്തിലുള്ള പ്രൈസ് ഉണ്ട്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് കൂടും അല്ലെ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. അതുപോലെ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് കുറവായിരിക്കും അല്ലെ? അതായത് കോസ്റ്റ് പ്രൈസ് കൂടുതലായിരിക്കുമ്പോഴാണ് ലോസ് വരുന്നത്. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലെ? ബേസ് എപ്പോഴും കോസ്റ്റ് പ്രൈസാ. അത് ആലോചിക്കുക. ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ലോസ് CP മൈനസ് SP ബൈ CP ഇൻറ്റു 100. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ്? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് പെർസെന്റ് ആണെങ്കിലും ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെ പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ആർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 15 ആർട്ടിക്കിൾസ്. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കണം ഒരേ എണ്ണത്തിന്. അതായത് ഇപ്പോൾ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസും ഒരു സാധനത്തിന്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റ് ആണ്. ഇനി അഥവാ നമ്മുടെ കയ്യിൽ 5 സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് ആണ് ഉള്ളെങ്കിൽ 5 സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് കൂടെ കണ്ടുപിടിച്ചാൽ പ്രോഫിറ്റ് പെർസെന്റ് കാണാം. അപ്പൊ എത്ര എണ്ണത്തിന്റെ വേണമെങ്കിലും നമുക്ക് ഓക്കെയാണ്. എന്താണ്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും പറയുന്നത് ആ ഒരേ എണ്ണത്തിന്റെ കാര്യമാണ്. അതായത് 10 എണ്ണം പറഞ്ഞാൽ 10 എണ്ണത്തിന്റെ തന്നെ സെല്ലിംഗ് പ്രൈസും പറയുക. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 10 ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസിന് തുല്യം. നമുക്ക് ഏതെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യാം. ഞാൻ അസ്യൂം ചെയ്യുവാണ് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 1 rupees ആണ്. എങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 15 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 15 ആയിരിക്കും. ഇനി കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 10 rupees ആയിരിക്കും അല്ലെ? ഓക്കെ. ഇവിടെ 10 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് നമ്മുടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 10 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എടുക്കാം. 10 ആർട്ടിക്കിൾ ഒരാൾ മേടിച്ചപ്പം കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് 1 ആണെങ്കിൽ 10 എണ്ണത്തിന്റെ 10 rupees. ഇനി സെല്ലിംഗ് പ്രൈസ് എന്താണ്? ക്വസ്റ്റ്യനിൽ പറയുന്നത് 10 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് 15 എന്ന് പറഞ്ഞാൽ 15 അല്ലേ? സോ സെല്ലിംഗ് പ്രൈസ് 15. അപ്പൊ കോസ്റ്റ് പ്രൈസും കിട്ടി, സെല്ലിംഗ് പ്രൈസും കിട്ടി. എത്ര എണ്ണത്തിന്? 10 ആർട്ടിക്കിളിന്റെ എണ്ണം നമുക്ക് തുല്യമായി അല്ലെ? സോ പ്രോഫിറ്റ് പെർസെന്റ് കാണാം. പ്രോഫിറ്റ് പെർസെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സോൾവ് ചെയ്തേ. 15 മൈനസ് 10 ബൈ താഴെ 10 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? 5/10 ഇൻറ്റു 100. സീറോസ് കട്ട് ചെയ്യാം. 50%. ഓപ്ഷൻ എ 50% ആണ് പ്രോഫിറ്റ് പെർസെന്റ് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഗെറ്റിംഗ് 2 successive discount, a shirt with a list price of ₹150 is available at ₹105. If the value of second discount is 12.5%, what is the value of the first discount? ഒരു ഷർട്ടിന് എത്രയാണ്? 150 rupees ആയിരുന്നു. അതിന് എന്താണ്? ലിസ്റ്റ് 150 rupees ലിസ്റ്റ് പ്രൈസ് ഇട്ട ഒരു ഷർട്ട് നമുക്ക് 105 rupeesന് കിട്ടും. എപ്പോഴാ? 2 ഡിസ്കൗണ്ടുകൾക്ക് ശേഷം. ഏതൊക്കെയാ? സെക്കൻഡ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ 12.5 ആണ്. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. അതായത് 150 എന്ന് പറഞ്ഞ പ്രൈസ്, അതിന് ആദ്യം ഒരു X% ഡിസ്കൗണ്ട് കൊടുത്തു. അതിനുശേഷം ഒരു 12.5 ഡിസ്കൗണ്ടും കൂടെ കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് 105 rupeesന് ഇത് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന X% ഫസ്റ്റ് ഡിസ്കൗണ്ട് എത്ര എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഇപ്പം നമ്മുടെ എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ 250 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. 10% ഡിക്രീസ് വന്നാൽ നമ്മൾ എന്ത് പറയും? 90% ഓഫ് പുതിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 90% ഓഫ് 250 എന്ന് പറയും അല്ലെ? വീണ്ടും ഇതിനാണ് 20% വീണ്ടും കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനു കൂടെ വീണ്ടും എന്തായി?
80%, അതായത് ബാക്കിയുള്ള 20% കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടെങ്കിൽ 100 മൈനസ് ദാറ്റ് 20 പറഞ്ഞാൽ മതി അല്ലെ. ഇനി കൂട്ടുവാണെങ്കിൽ നമ്മൾ പറയും 100 പ്ലസ് ദാറ്റ് 20. അതുപോലെ ഇപ്പോൾ 150 ആയിരുന്നു, 150യിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? X% ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് പറയാം 100 മൈനസ് എക്സ് അല്ലെ. അത്രയും പെർസെൻറ്റേജ് ഓഫ് 150 ആണ് ആദ്യത്തെ ഡിസ്കൗണ്ടിന് ശേഷമുള്ളത്. അതിനുശേഷം വീണ്ടും ഒരു 12.5% കൊടുത്തു അല്ലെ. അപ്പൊ 100ൽ നിന്ന് 12.5 ഒന്ന് മൈനസ് ചെയ്തേ, 5 87.5% അല്ലെ. അതായത് 20 ആയിരുന്നെങ്കിൽ നമ്മൾ 100 മൈനസ് 20 80% എന്ന് പറയുന്നതിന്റെ കൂട്ട് 12.5% ഡിസ്കൗണ്ട് കൊടുത്തപ്പം എന്ത് ചെയ്തു? ഇതിന് വീണ്ടും എന്താ ഒരു 87.5% കൊടുത്തു. അങ്ങനെ ഈ 2% കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എത്ര വരുന്നത്? 105 എന്ന് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ജസ്റ്റ് വേറൊരു, അതായത് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഇപ്പൊ 250 എന്ന് പറഞ്ഞൊരു വാല്യൂ, അതിന് 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ട്? 10% അതിൽ നിന്ന് കിഴിവ് കൊടുത്താൽ ബാക്കി 90% അല്ലെ. 90% ഓഫ് 250 എന്ന് എഴുതി. അതുപോലെ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് 100 മൈനസ് എക്സ് ബൈ 100 അല്ലെ. അതേപോലെ അതിന് വീണ്ടും ഒരു 20% കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ വിലയുടെ ബാക്കി എത്ര ഉണ്ട്? 80% നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ എഴുതി 12.5 ആയതുകൊണ്ട് 87.5 by 100. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ക്ലിയർ ആണോ? ഒന്ന് സോൾവ് ചെയ്തേ. 100 മൈനസ് എക്സ് ബൈ 100 ഇൻറ്റു 150 ഇൻറ്റു 87.5 ബൈ 200 ഉണ്ടല്ലേ, അതിങ്ങ് ഇപ്പുറത്ത് വരും. 105 ഇൻറ്റു 100 ഇൻറ്റു 100. ഓക്കെ, 100 ബൈ എക്സ് ഇവിടെ നിർത്തി ബാക്കി എല്ലാം നമുക്ക് ആ സൈഡിലോട്ട് പോകാം. 100 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു 105 ഇൻറ്റു 100 ഇൻറ്റു 100 ബൈ എന്താ 150 ഇൻറ്റു 87.5. ഒരു സീറോയും ഒരു, അതായത് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിന്റ് അങ്ങ് പോവുമല്ലോ. സോ 15 ഇൻറ്റു 875. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താൽ മതി. നോക്കിയേ, സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? കട്ട് ചെയ്തേ. ഇൻറ്റു 105 ഇൻറ്റു 7 ചെയ്യുമ്പോഴാണ് ഇതൊരു 15 ഇൻറ്റു 7 ആണ് അല്ലെ. 15 ഇൻറ്റു 7 ആണ് ഇവിടെ നമുക്ക് 105 വരുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം ക്യാൻസൽ ചെയ്തോളുക. കട്ട് ചെയ്തേ. 7 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 1, ദെൻ 2, 5, 125. ഇനി 100 വെച്ച് 25 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 5 ആയി. 5ഉം ഇതും കൂടെ കട്ട് ചെയ്താൽ 20 ആയി. അതായത് നമുക്ക് 80 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 100 മൈനസ് എക്സ് ഈക്വൽ ടു 80. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 20. അതായത് നമ്മൾ 20% എന്ന് പറയുന്നതല്ലേ നമ്മൾ എക്സ് 100 മൈനസ് 20 എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 20%. അതായത് ഫസ്റ്റ് ഡിസ്കൗണ്ട് കൊടുത്തത് 20%. അതായത് ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നീടാണ് ഈ പറഞ്ഞ 12.5 ഡിസ്കൗണ്ട് കൊടുത്തത്. അങ്ങനെ ശേഷം നമ്മൾ എന്ത് ചെയ്തു? 105 അല്ലെ. ഇതിപ്പോ ഇങ്ങനെ തന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ജസ്റ്റ് ഒന്ന് തിരിച്ച്, അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ആദ്യം ഈ എഴുതിയേക്കുന്ന മനസ്സിലായാലും ആദ്യം നമ്മളുടെ വില 150 ആയിരുന്നു. ഏതോ ഒരു വാല്യൂ നമ്മൾ പറയും X% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 20 ആണെങ്കിൽ നമ്മൾ എവിടെ എന്ത് എഴുതും? 80 എന്ന് എഴുതിയേനെ. 100 മൈനസ് 20 80. അതാണ് നമ്മൾ ജസ്റ്റ് അങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. 100 മൈനസ് എക്സ് ബൈ 100 ഓഫ് 150. വീണ്ടും അതിനെന്ത് 12.5% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 100ൽ നിന്ന് 12.5 നിങ്ങൾ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 87.5% അല്ലെ. ഇതാണ് ഇങ്ങനെ 2 ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് 105 കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ 20% ആണ് ആൻസർ. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കും സിലബസ് അനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ജൂണിലെ എക്സാം ഫേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ജനറൽ പേപ്പർ ഉണ്ട്, അതേപോലെ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, CSIR ഫിസിക്സ്, ഇതിനെല്ലാം ഉള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9778826292. ഓക്കെ, അപ്പം ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.